വേദത്തിന് എന്തുകൊണ്ടാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, സരളമായിട്ട് പറഞ്ഞാൽ, ഒരു തെറ്റും വേദത്തിൽ കടന്നുകൂടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പൂർണ്ണമായിട്ടും ഒരു ദോഷവുമില്ലാത്തത് കൊണ്ടാണ് വേദത്തിന് അത്രയും പ്രാധാന്യം കൊടുക്കുന്നത്. സമസ്ത ദോഷരഹിതമായിട്ടാണ് കണക്കാക്കുന്നത്. സമൂഹത്തിൽ തന്നെ ഒരു വ്യക്തിയിൽ ഒരു ദോഷവുമില്ലാത്ത, ഒരു തെറ്റുമില്ലാത്ത ആൾക്ക് നമ്മൾ വളരെയധികം പ്രാധാന്യവും പ്രാമാണികതയും കൽപ്പിക്കുന്നുണ്ട്. സത്യത്തെ മാത്രം പിന്തുടരുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു. അതുപോലെ തന്നെ വേദത്തിലും ഒരു തെറ്റുമില്ല, ഒരു ദോഷവുമില്ല, സത്യത്തെ മാത്രം പിന്തുടരുന്നു എന്നുള്ളത് കൊണ്ട് അതിന് ഏറ്റവും അധികം പ്രാധാന്യം മറ്റ് ഗ്രന്ഥങ്ങളെ അപേക്ഷിച്ച് കൊടുക്കുന്നു. ഇനി ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് വേദത്തിൽ ഒരു തെറ്റും കടന്നുകൂടാത്തത്? അത് ഏതെങ്കിലും ഒരു വ്യക്തി എഴുതിയതല്ല എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം. ഒരു വ്യക്തി എഴുതി എന്നതായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നിരവധി ദോഷങ്ങൾ കടന്നു വരാം. എന്നാൽ ആരാലും എഴുതപ്പെടാത്തതാണ് വേദം. അതുകൊണ്ട് തന്നെ ഒരു തെറ്റും അതിനകത്ത് സംഭവിച്ചിട്ടില്ല. ഇവിടെ ഒരു ചോദ്യമുണ്ടാകാം, ഒരു സംശയമുണ്ടാകാം, ഋഷികളാൽ എഴുതപ്പെട്ടതല്ലേ വേദങ്ങൾ എന്ന്. ഋഷികൾ അവ കണ്ടെത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വേദങ്ങൾ ലഭ്യമാക്കി തരിക എന്നുള്ള ദൗത്യം മാത്രമാണ് ഋഷികൾ നിർവഹിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഋഷികൾക്ക് ആ ഒരു പ്രാധാന്യമുണ്ട്. അവരില്ലായിരുന്നുവെങ്കിൽ ഇത് നമുക്ക് ലഭ്യമാകുമായിരുന്നില്ല. അപ്പോൾ ഋഷികൾ കണ്ടെത്തി നമുക്ക് തന്നിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഋഷികളെ വേദങ്ങളുടെ ദ്രഷ്ടാക്കളായിട്ട്, മന്ത്രദ്രഷ്ടാക്കളായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഓരോ സൃഷ്ടിയിലും വേദങ്ങളെ വീണ്ടും വീണ്ടും സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ അപൗരുഷേയം എന്ന് പറയും. ആരാലും എഴുതപ്പെട്ടിട്ടുള്ളതല്ല എന്ന അർത്ഥത്തിലും പറയും. ഏറ്റവും പ്രധാനമായിട്ട് ഓരോ സൃഷ്ടിയിലും വേദങ്ങളെ പുനരാവിഷ്കരിക്കുമ്പോൾ മുമ്പ് എപ്രകാരമായിരുന്നു വേദം ഉണ്ടായിരുന്നത്, ഏത് അക്ഷരക്രമത്തിൽ, ഏത് പദക്രമത്തിൽ, ഏത് വാക്യക്രമത്തിലാണോ വേദങ്ങൾ ഉണ്ടായിരുന്നത്, അതേ അക്ഷരക്രമത്തിൽ, അതേ പദക്രമത്തിൽ, അതേ വാക്യക്രമത്തിൽ അതിൻ്റെ ഒരു തരത്തിലുള്ള മാറ്റവും സംഭവിക്കാതെ, അക്ഷരത്തിനോ പദത്തിനോ വാക്യങ്ങൾക്കോ ഒന്നും മാറ്റം സംഭവിക്കുന്നില്ല, അതിൻ്റെ ക്രമത്തിന് മാറ്റം സംഭവിക്കുന്നില്ലാതെ തന്നെ അതിനെ വീണ്ടും അതേപോലെ തന്നെ സൃഷ്ടിക്കുന്നു എന്നുള്ള